എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ഞാൻ പഠിച്ചത് ഒരു പ്രൈമറി സ്കൂളായിരുന്നു. ബ്ലൈൻഡ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, കാഴ്ചയില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂള് 7ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 8ാം ക്ലാസ്സിലേക്ക് നമ്മൾ ഒരു റെഗുലർ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. സാധാരണ കാഴ്ച ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. 7ാം ക്ലാസ് ഞാൻ പാസ്സായി. പിന്നീട് പോകേണ്ടത് അവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയുള്ള മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. ഈ സ്കൂളിലേക്കുള്ള യാത്ര ഒരേ സമയം രസകരവും എന്നാൽ സങ്കടകരവുമായിരുന്നു. 2 ഷിഫ്റ്റായിട്ടാണ് സ്കൂള് ഉണ്ടായിരുന്നത്. 8ാം ക്ലാസ്സുകാർക്ക് ഉച്ചയ്ക്ക് ശേഷവും 9-10 ക്ലാസ്സുകാർക്ക് രാവിലെയുമായിരുന്നു ക്ലാസ്. അങ്ങനെ 7ാം ക്ലാസ്സിൽ നിന്നും ആദ്യമായി 8ാം ക്ലാസ്സിൽ പോയി ചേർന്നു. ആദ്യ ക്ലാസ് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം. അതുവരെ പഠിച്ചത് 7ാം ക്ലാസ് വരെ 3 വർഷം 5, 6, 7 വിഷ്വലി ഇമ്പയർഡായ കുട്ടികളുടെ കൂടെ പഠിച്ചു. പാർഷ്യലി ഉണ്ട്, ടോട്ടലിയും ഉണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളിടയിൽ നിന്ന് പഠിച്ച് പിന്നീട് 8ാം ക്ലാസ്സിലേക്ക് സൈറ്റഡായ കുട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്ക് വള്ളിക്കാപ്പറ്റയിൽ നിന്നും മങ്കട സ്കൂളിലേക്ക് ബസ് കയറും. ചില ബസ്സുകൾ നിർത്താറില്ല. സ്ഥിരമായി നിർത്താതെ പോകുന്നൊരു ബസ്സുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, 4-5 പേര് 8ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ തീരുമാനമെടുത്തു, നമുക്ക് ഇന്ന് ആ ബസ് തടയണം. ഞങ്ങൾ 5 പേരും ഞങ്ങൾ ബസ് തടയാൻ തീരുമാനിച്ചു. ഞങ്ങൾ പതിവ് പോലെ 12 മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി. ഞാനും മറ്റൊരാളും കൂടി ബസ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ചാടി. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടു. അന്ന് ആ ബസ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ ബസ്സിൻ്റെ അടിയിൽ പെടുമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ബസ്സിന് മുമ്പിൽ ചാടുമെന്ന് ഇവരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ചാടി ബസ് നിർത്തി. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. അന്ന് ബസ്സേറെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടു. ഇത് അവിടുത്തെ നാട്ടുകാർ കണ്ടു. നാട്ടുകാരങ്ങനെ ഹോസ്റ്റലിൽ വാർഡിനെ അറിയിച്ചു. അന്ന് വലിയൊരു പ്രശ്നമായത്. പിന്നീട് ഈ ബസ് സ്ഥിരമായി അവിടെ നിർത്താൻ തുടങ്ങി. ഇങ്ങനെ ഒരു ബസ് തടയൽ സമരം ഉണ്ടായിരുന്നു. അന്ന് വലിയൊരു പ്രശ്നമാണ് ഈ ബസ് കുട്ടികളെ കയറ്റുന്നില്ല എന്നുള്ളത്. ഇതുപോലെ ഞാൻ ഓർക്കുന്ന ഒന്നാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നന്നായി പ്രസംഗിക്കുമായിരുന്നു. ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗത്തിനാണ് ഞാൻ പങ്കെടുത്തിരുന്നത്. അതേസമയം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗ്രൂപ്പ് സോങ്ങിന് വരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സോങ്ങിന് ഹാർമോണിയം ഇങ്ങനെ മീട്ടിക്കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, കൊല്ലത്ത് വെച്ച് നടന്ന ആ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം. എൻ്റെ പ്രസംഗം കഴിഞ്ഞു. അതിനുശേഷമാണ് മറ്റൊരു വേദിയിൽ ഗ്രൂപ്പ് സോങ് നടക്കുന്നത്. ഞാൻ അതിനും പോയി. അങ്ങനെ ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഹാർമോണിയം മീട്ടാൻ തുടങ്ങി. ഹാർമോണിയത്തിൻ്റെ വഴിക്കും ഇവരെ വഴിക്കും പോയി. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് സോങ്ങിന് ഒന്നും കിട്ടാതെ പോയത്. എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണ് ഹാർമോണിയം വായിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് കിട്ടേണ്ട ഗ്രൂപ്പ് സോങ് ഒന്നും കിട്ടാതെ പോയി. പക്ഷേ അന്ന് എൻ്റെ പ്രസംഗത്തിന്, മലയാളം പ്രസംഗത്തിനും ഇംഗ്ലീഷ് പ്രസംഗത്തിനും എനിക്ക് B ഗ്രേഡ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇതും ഞാൻ ഓർക്കുന്ന മറ്റൊരു അനുഭവമാണ്. ഇതുപോലെ ഒന്നാണ് സ്കൂളിൽ നടന്ന കലാമേളകൾ. സ്കൂളിൽ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ. 2 ദിവസം വ്യത്യസ്തമായ കലാപരിപാടികൾ കൊണ്ട് സ്കൂൾ സമ്പന്നമായിരിക്കും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ നല്ല വികൃതിയുള്ള ഒരുത്തനുണ്ടായിരുന്നു. ഇവനെ എപ്പോഴും എൻ്റെ അടുത്തായിരിക്കുക. അടുത്തിരുന്നിട്ട് ഇവൻ്റെ കാര്യമായിട്ടുള്ള ജോലി എന്താ വെച്ചാൽ തോണ്ടുക, നുള്ളുക, ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഇവനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ എനിക്ക് ദേഷ്യം പിടിച്ചു. അന്ന് ഞാൻ എഴുതുന്ന ഒരു സ്റ്റൈലസ് ഉണ്ട്. ഈ സ്റ്റൈലസ് കൊണ്ട് ഇവൻ്റെ കാലിനൊരു കുത്തുകുത്തി. കാലിന് ചോര വരാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഇവന് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു അനുഭവമാണ്, പലപ്പോഴും എക്സാം നടത്തിക്കഴിഞ്ഞാൽ ഈ ബ്രെയിൽ ലിപിയിലാണ് പരീക്ഷ എഴുതുക. ഹാഫ് ഇയർലിൻ്റെ എക്സാം, ക്വാർട്ടർലി എക്സാം ഒക്കെ ബ്രെയിൽ ലിപിയിലാണ് എഴുതുക. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പേപ്പർ നോക്കി കൊടുക്കുകയാണ് ചെയ്യുക. കാരണം അവർ നന്നായി സ്പീഡിൽ ബ്രെയിൽ വായിക്കും. അതുകൊണ്ട് ഇവനെയാണ് ടീച്ചർ പേപ്പർ വായിക്കാൻ വിളിച്ചിരുന്നത്. അന്ന് ആ വിഷയത്തിൽ ഇവന് നല്ല മാർക്കുണ്ട്. അപ്പോൾ എന്താ കാരണം? ഇവന് മുമ്പ് ഈ ആൻസറൊക്കെ പഠിച്ചിട്ട് വന്ന് ആൻസർ പേപ്പർ വായിച്ചു കൊടുക്കുകയാണ്. ടീച്ചർക്ക് അറിയുന്നില്ല ഇവനെന്താണ്, കാരണം ബ്രെയിൽ ലിപി ആയതുകൊണ്ട് ഇവന് വായിക്കുന്നതെല്ലാം ശരിയെന്നാണ് ടീച്ചറും കരുതി ടീച്ചർ മാർക്ക് ഇടുന്നതും. പിന്നീടാണ് ഇവൻ പറഞ്ഞത് ഞങ്ങളോട്, ഇവിടുന്ന് പഠിച്ചു പോയതാണ്, അങ്ങനെയാണ് ഞാൻ ആൻസർ പേപ്പർ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത്. ടീച്ചറെ പറ്റിച്ച ഒരു വിളവനും ഒരു അതിസാമർത്ഥ്യം കാണിക്കുന്നവനും ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ. ഞാൻ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് എനിക്ക് ട്യൂഷൻ പോകണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. മാത്സ് എനിക്ക് പ്രയാസമുള്ളൊരു വിഷയമായിരുന്നു. മാത്സിനെങ്കിലും ട്യൂഷൻ പോകണം, ഇംഗ്ലീഷ് മാത്സ് ഈ 2 വിഷയത്തിന്.
അങ്ങനെ ട്യൂഷന് പോകണമെങ്കിൽ പിന്നെ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ രാവിലെയാണ് ക്ലാസ്. 8 മണി മുതൽ 12 മണി വരെ ഈ മോർണിംഗ് സെക്ഷനാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് തൊട്ടടുത്ത് തന്നെ ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ക്ലാസ്സിലെ കുറേ കുട്ടികൾ ട്യൂഷന് പോകുന്നുണ്ട്. അങ്ങനെ ഞാനൊരിക്കൽ ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അന്ന് എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ, റീമ ടീച്ചർ, രാവിലെ ചായ കുടിക്കും. പിന്നെ ഹോസ്റ്റലിന് ആ സമയം ഭക്ഷണം ആവാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ട്യൂഷന് പോകും. അങ്ങനെ 2 ദിവസം പോയപ്പോൾ 3ാം ദിവസം ടീച്ചർ എന്നോട് ചോദിച്ചു, നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെയാണ് ട്യൂഷന് പോകുന്നത്? കാരണം ഇത് ആരോ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഓർക്കുന്നു, ടീച്ചർ എനിക്ക് ഭക്ഷണം വാങ്ങിത്തന്നു. ആ ഭക്ഷണം കഴിച്ച് ഞാൻ ട്യൂഷന് പോയി. ഇതുപോലെ അന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി, അവൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ടുപോകും. എന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ട്യൂഷന് പോകും. കാരണം കുട്ടികൾ വളരെയധികം സഹായിക്കുന്ന, എപ്പോഴും കൂടെ കുട്ടികളുണ്ടാകും. കൈ പിടിക്കാനും സംസാരിക്കാനും ഏത് സമയത്തും എപ്പോഴും കൂടെ കുട്ടികൾ. ഇങ്ങനെയുള്ള വളരെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്കൂൾ ജീവിതം, ഒരിക്കലും മറക്കാനാവാത്ത സ്കൂൾ ജീവിതം. മറ്റൊരു അനുഭവമായി വീണ്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.